ഈ എങ്ങനെയൊക്കെ കറി വെച്ച് നോക്കിയിട്ടും പൊരിച്ച് നോക്കിയിട്ടും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തവര് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ. എന്നിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. അപ്പോൾ ആദ്യം ഉപ്പിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 1 കപ്പ് സോയാ ചങ്ക്സ് ഇട്ട് 2 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കോരി എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി 3-4 പ്രാവശ്യം നോർമൽ വെള്ളം ഒഴിച്ച് കഴുകി ഒട്ടും നനവില്ലാതെ തന്നെ അങ്ങ് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളകും ഇട്ട് ഒന്നങ്ങ് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞതും 1 വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഇട്ട് നല്ല പോലെ തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയിട്ട് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സോയയും ആവശ്യത്തിനുള്ള ഉപ്പും പൊടിയായി എരിഞ്ഞ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയിട്ട് എല്ലാവരും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് പുഴുങ്ങി ഉടച്ച 2 വലിയ ഉരുളക്കിഴങ്ങ് ഇട്ട് വീണ്ടും നല്ല പോലെ തന്നെ അങ്ങ് ഇളക്കി മറിച്ചെടുക്കാം കേട്ടോ. ഇനി ചൂടാറുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് ഉരുട്ടി ഉള്ളംകൈയിൽ വെച്ച് പരത്തിയിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് നല്ല പോലെ തന്നെ കോട്ട് ചെയ്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ചുമ്മാ തള്ളണതാന്ന് വിചാരിച്ചേക്കരുത്. നല്ല സെറ്റ് സാധനമാണ്, അടിപൊളിയാണ്.